Okay, so finally Samsung Unpacked event കഴിഞ്ഞിരിക്കുകയാണ്. സോ എന്താണ് ആ ഒരു ഇവന്റിൽ നടന്നത് എന്നുള്ളതിന്റെ ചെറിയ ഒരു ഹൈലൈറ്റ്സ് ആണ് ഈ ഒരു വീഡിയോ. സോ പരിപാടി തുടങ്ങിയപ്പോൾ തന്നെ ഏറ്റവും ആദ്യം അവർ സാംസങ്ങിന്റെ S22 സീരീസിലുള്ള നമ്മുടെ S22യും S22 പ്ലസിനെ കുറിച്ചാണ് പറഞ്ഞത്. പ്രത്യേകിച്ച് രണ്ടും സെപ്പറേറ്റ് ആയിട്ടൊന്നും പറഞ്ഞില്ല, രണ്ടിനും കൂടെ ഒരുമിച്ച് സ്പെസിഫിക്കേഷൻസ് എല്ലാം കൂടി ചേർത്തിട്ടാണ് പറഞ്ഞത്. സോ 4 കളേഴ്സിൽ അവൈലബിൾ ആയിരിക്കും. ഐക്കോണിക് എസ് ഡിസൈൻ, നമുക്ക് ഡിസൈനൊക്കെ ഇതിന് മുന്നത്തെ നമ്മളെ വീഡിയോയിൽ ചെയ്തുകൊണ്ട് തന്നെ ആ ഒരു സിമിലർ ഡിസൈൻ തന്നെയാണ് നമുക്ക് S22ലും S22 പ്ലസിലും കാണാനായിട്ട് പറ്റുന്നത്. സോ ലീക്കുകൾ വന്ന പോലെ തന്നെയാണ് നമുക്ക് ആ രണ്ട് ഫോണുകളും കാണാൻ പറ്റിയത്. എന്നാൽ ലീക്കുകളിൽ വരാത്തൊരു കാര്യം എന്ന് പറയുന്നത് ഇതിനകത്ത് ആർമർ അലൂമിനിയം ഉപയോഗിച്ചിട്ടുണ്ടായി എന്നാണ്. സോ ഫ്രെയിം കുറച്ചുകൂടി ബെറ്റർ ബിൽഡാണ്, അതുകൊണ്ട് തന്നെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിവൈസാണ് S22യും S22 പ്ലസും. പിന്നെ ക്യാമറാസ് 50 MP പ്രൈമറി ക്യാമറ, 12 MP അൾട്രാ വൈഡ് ക്യാമറ, പിന്നെ നമുക്ക് 10 MP ടെലിഫോട്ടോ ലെൻസ്, 3 times ഒപ്റ്റിക്കൽ സൂം ഉള്ളതാണ്. എന്നാൽ 50 MP പ്രൈമറി ക്യാമറയിൽ കുറച്ചുകൂടെ വലിയ സെൻസറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും ബെറ്റർ ആക്കിയിട്ടുണ്ട്. ഏകദേശം 4 times ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ 58% OPA ആംഗിൾ കറക്ഷൻ, പിന്നെ സൂപ്പർ HDR വീഡിയോസ് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് എന്നിങ്ങനത്തെ കുറച്ചധികം ഇംപ്രൂവ്മെന്റ്സ് ഒക്കെ ക്യാമറ സെക്ഷനിൽ വരുത്തിയിട്ടുണ്ട്. എന്നാൽ അവർ പ്രൈമറി ആയിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത് നൈറ്റ് ഫോട്ടോഗ്രാഫിക്കാണ്. സോ നൈറ്റ് ഫോട്ടോഗ്രാഫിയിൽ AI ഉപയോഗിച്ച് കുറച്ചുകൂടെ ബെറ്റർ എൻഹാൻസ്മെന്റ് അൽഗോരിതംസ് ഒക്കെ കണ്ടുപിടിച്ചുകൊണ്ട് തന്നെ ബാക്ക് ക്യാമറ 3 എണ്ണത്തിന് നമുക്ക് നല്ല രീതിയിൽ നൈറ്റ് ഫോട്ടോസും നൈറ്റ് വീഡിയോസും എടുക്കാൻ പറ്റും. അതുപോലെ ഫ്രണ്ടിലുള്ള 10 MP ക്യാമറയിലും നല്ല രീതിയിൽ നൈറ്റ് ഫോട്ടോസ് എടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഇനി അതേപോലെ AI സ്റ്റീരിയോ ഡെപ്ത് മാപ്പിംഗ് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് നമ്മൾ നോർമലി ഒരു പോർട്രേറ്റ് ഫോട്ടോസ് ഒക്കെ എടുക്കുന്ന സമയത്ത് ചില സ്ഥലങ്ങളിലൊക്കെ എഡ്ജ് ഡിറ്റക്ഷൻ ഒക്കെ ഫെയിൽ ആവും. എന്നാൽ ഇപ്പോൾ AIന്റെ സഹായം വഴി കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു സ്റ്റീരിയോ ഇമേജ് മാപ്പിംഗ് വഴി തന്നെ നമുക്ക് നല്ല രീതിയിൽ പോർട്രേറ്റ് ഫോട്ടോസും അതേപോലെ പോർട്രേറ്റ് വീഡിയോസും എടുക്കാനായിട്ട് പറ്റുന്ന രീതിക്കാണ് എൻഹാൻസ് ചെയ്തിരിക്കുന്നത്. ഇനി ഏറ്റവും അടിപൊളി സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ ഫീച്ചേഴ്സ് എല്ലാം നേറ്റീവ് ആയിട്ടുള്ള ക്യാമറ ആപ്ലിക്കേഷനിൽ മാത്രമല്ല, സ്നാപ്ചാറ്റിലായിക്കോട്ടെ, ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ, അതേപോലെ ടിക്ടോക്കിലും ഇവർ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. സോ ഡയറക്റ്റ് ഈ ഒരു ആപ്ലിക്കേഷൻസിൻ്റെ ഉള്ളിലുള്ള ക്യാമറകളിലും ഈ ഫീച്ചേഴ്സ് എല്ലാം തന്നെ യൂസ് ചെയ്യാൻ പറ്റും. ഇനി പ്രൈസിങ്ങിന് കാര്യത്തിൽ S22 ലോഞ്ച് ചെയ്തിരിക്കുന്നത് $799. നമ്മൾ പ്രതീക്ഷിച്ചത് $899 ആണ്, പക്ഷേ അതിലും ഒരു $100 കുറഞ്ഞിട്ടുണ്ട്. ഇനി അതേപോലെ S22 പ്ലസിൻ്റെ $999 ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന പ്രോസസ്സർ 4 nm ഒക്ടാ കോർ പ്രോസസ്സർ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. സാംസങ്ങിൻ്റെ തന്നെ Exynos 2200 തന്നെ ആയിരിക്കണം, പ്രത്യേകിച്ച് എടുത്തൊന്നും അവർ പറഞ്ഞില്ല ഇവൻറ്റിൽ. ഇനി ഇവൻറ്റിൻ്റെ പകുതി മുക്കാൽ ഭാഗവും S22 അൾട്രനെ കുറിച്ച് പറയുന്നതിലായിരുന്നു കൂടുതലും പോയത്. സോ S22 അൾട്ര നമ്മൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഡിസൈൻസ് എല്ലാം പക്ക ലീക്കായതുപോലെ തന്നെയായിരുന്നു. സോ S സീരീസിൻ്റെയും നോട്ട് സീരീസിൻ്റെയും ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് ഈ പ്രാവശ്യം S22 അൾട്ര ലോഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യവും കൂടെ തന്നെയായിരുന്നു. അപ്പോൾ അതിന് വലിയ പുതുമയൊന്നും ഉണ്ടായില്ല, പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ച ഫീച്ചേഴ്സ് ഒട്ടുമിക്കതും എല്ലാം തന്നെ വന്നായിരുന്നു. സോ നമ്മുടെ ലീക്സ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതിലുപരി ഇതിനകത്തും നമ്മുടെ ആർമേഡ് അലുമിനിയം ഫ്രെയിം ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യവും കൂടിയാണ്. സോ കുറച്ചുകൂടെ ബെറ്റർ ബിൽഡാണ്. അതുപോലെ തന്നെ ഗൊറില്ല ഗ്ലാസ് വിക്ടസ് ആണ് ഫ്രണ്ടിലും ബാക്കിലും യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി സ്ക്രീൻ നമുക്കറിയാം 6.8 ഇഞ്ചിൻ്റെ ഡൈനാമിക് AMOLED 2X സ്ക്രീൻ ആണ്. അതേപോലെ തന്നെ നമ്മുടെ വേരിയബിൾ റിഫ്രഷ് റേറ്റ് 1 Hz തൊട്ട് 120 Hz വരെയും വേരിയബിൾ ആയിട്ടുള്ള റിഫ്രഷ് റേറ്റ് തരുന്ന സ്ക്രീനാണ്. പിന്നെ ഇതിനകത്ത് നമുക്ക് S Penൻ്റെ സപ്പോർട്ടും കൂടെ വരുന്നുണ്ട്. സോ അതും നമ്മൾക്കറിയായിരുന്നു. S Pen സപ്പോർട്ട് അവർ 3 times മോർ ഫാസ്റ്റർ ആക്കിയിട്ടുണ്ട്. 2.8 milliseconds എന്തോ ആണ് ലേറ്റൻസി ഉള്ളത്. പക്ഷേ ഇതിനകത്ത് അവർ AI ബേസ്ഡ് പോയിന്റ് പ്രഡിക്ഷൻ ടെക്നോളജി വെച്ചിട്ട് നമ്മൾ വരയ്ക്കുന്ന സമയത്ത് നമ്മൾ അടുത്തത് എവിടേക്കായിരിക്കും പോകുന്നതെന്ന് മുൻകൂട്ടി 3-4 പോയിന്റ് പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ വളരെ സീംലെസ് ആയിട്ട് നമുക്കൊരു റൈറ്റിംഗ് എക്സ്പീരിയൻസ് വരും എന്നാണ് പറയുന്നത്. ഇനി ഡിസ്പ്ലേയുടെ കാര്യത്തിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു ഭയങ്കര ബ്രൈറ്റ് ഡിസ്പ്ലേ ആയിരിക്കുന്നത്. സോ 1750 nits തന്നെയാണ് ഇതിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് അവർ എക്സ്ട്രാ ആയിട്ട് വിഷൻ ബൂസ്റ്റർ എന്ന് പറഞ്ഞ പുതിയൊരു ടെക്നോളജി കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് നോർമലി ഇതേപോലെ ബ്രൈറ്റ്നസ് കൂട്ടുവാണെങ്കിൽ ചുമ്മാ അങ്ങ് ബാക്ക് ലൈറ്റ് കൂട്ടി ബ്രൈറ്റ്നസ് കൂട്ടി കഴിഞ്ഞാൽ ബ്ലർ ആവും, അല്ലെങ്കിൽ എത്ര ക്ലാരിറ്റി ഉണ്ടാവില്ല, ഡീറ്റെയിൽസ് ലോസ് ആവും. അപ്പോൾ ഇവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ ഒരു വിഷ്വൽ ബൂസ്റ്റർ എന്നുള്ള ഈ ഒരു ടെക്നോളജി ഉപയോഗിച്ചിട്ട് അവർ ഈ ഒരു നമ്മൾ കാണുന്ന കാര്യത്തിൻ്റെ ഹിസ്റ്റോഗ്രാം ക്രിയേറ്റ് ചെയ്തിട്ട് ആംബിയൻറ്റിലുള്ള ലൈറ്റ് വെച്ച് അനലൈസ് ചെയ്തിട്ട് ഏതൊക്കെ കളേഴ്സാണ് കൂട്ടേണ്ടത് അല്ലെങ്കിൽ ഏതൊക്കെ സ്ഥലമാണ് ബ്രൈറ്റ് ആക്കേണ്ടത് എന്ന് ഡൈനാമിക്കലി ജഡ്ജ് ചെയ്തിട്ടാണ് ഈ ഒരു 1750 nits വരെയും കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എത്ര ബ്രൈറ്റ്നസ്സിലായാലും ക്ലാരിറ്റി അല്ലെങ്കിൽ ഷാർപ്നെസ് പോവാതിരിക്കും. ഇനി ഇതിനകത്ത് നമുക്ക് ഒക്ടാ കോർ 4 nm പ്രോസസ്സർ തന്നെയാണ് വരുന്നത് എന്നാണ് പറഞ്ഞത്. സോ ഇതും ഇൻ ഹൗസ് പ്രോസസ്സർ തന്നെയാണ്.
എന്നാൽ നമ്മുടെ ലീക്ക് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാത്തൊരു കാര്യമായിരുന്നു, ഇതിനകത്ത് ഒരു കൂളിംഗ് ഡെസിപ്പേഷൻ സിസ്റ്റം പുതിയതായിട്ട് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. സോ കുറേ ലെയർ കൂളിംഗ്, എന്തോ ജെൽ ടിം എന്നൊക്കെയാണ് പറയുന്നത്. പ്രോസസ്സറും കൂളിംഗ് പാഡിൻ്റെ ഇടയ്ക്കുള്ള ആ ഒരു ജെല്ല് ഭയങ്കര സൂപ്പർ കണ്ടക്റ്റീവ് ആയിട്ടുള്ളൊരു ജെല്ലും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കുറേ ലെയറുകളായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഏറ്റവും മുകളിൽ ഗ്രാഫൈറ്റ് കൂളിംഗ് ഒക്കെ വെച്ചിട്ട് സോ വളരെ പെട്ടെന്ന് തന്നെ ഹീറ്റ് ഡെസിപ്പേറ്റ് ചെയ്യാൻ പറ്റി നല്ല രീതിയിൽ കൂൾ ആവുന്നൊരു ടൈപ്പിലാണ് ഈ ഫോൺ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എഫിഷ്യൻസി കൂടും, ബാറ്ററി ലൈഫിൽ എഫിഷ്യൻസി കൂടും, അതേപോലെ തന്നെ പെർഫോമൻസിനും ബെറ്റർ പെർഫോമൻസ് ആയിരിക്കും. ഫോൺ പെട്ടെന്ന് ചൂടാവുകയും ഇല്ല. ഇനി ക്യാമറയുടെ കാര്യത്തിൽ ക്വാഡ് ക്യാമറ സെറ്റപ്പ് തന്നെയാണ്. 108 MP പ്രൈമറി ക്യാമറ, പിന്നെ നമുക്കൊരു 12 MP അൾട്രാ വൈഡ് ക്യാമറ, 10 MP ഒരു 3x ഒപ്റ്റിക്കൽ സൂമും 10x ഒപ്റ്റിക്കൽ സൂമിൻ്റെ 2 ടെലിഫോട്ടോ ലെൻസ്, അതുപോലെ തന്നെ ലേസർ ഓട്ടോ ഫോക്കസുമാണ് ഉള്ളത്. ഇനി 108 MP ക്യാമറയിൽ അവർ റീമൊസൈക്ക് അൽഗോരിതം കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. സോ കുറേയധികം പിക്സൽസ് ഒക്കെ ലോസ് ആവുകയാണെങ്കിൽ അതൊക്കെ റീക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ സിമിലർ പിക്സൽസ് എല്ലാം കമ്പൈൻ ചെയ്യുക, അങ്ങനെ റെസൊല്യൂഷൻ കൂട്ടുക എന്നുള്ള രീതിയിൽ നല്ല ഒരു ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള 108 MP ഇമേജ് വരുന്ന രീതിക്ക് ആക്കാൻ പറ്റുമെന്നും, അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് പിക്സൽ ബിന്നിങ് ടെക്നോളജിയും ഉണ്ട്. അതായത് ഒരു ഫോട്ടോ എടുക്കുവാണെങ്കിൽ 108 MP ഫോട്ടോ എടുക്കും, ഒരു 12 MP ഫോട്ടോ എടുക്കും. സോ 108 MP ഡീറ്റെയിലും 12 MP ലൈറ്റിങ്ങും എടുത്തിട്ട് ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഒരു ബെറ്റർ 108 MP ഒരു ഇമേജ് ആയിട്ടായിരിക്കും കൊണ്ടുവരാൻ പോകുന്നത്. പിന്നെ ഇതിനകത്ത് നമുക്ക് 3x ഒപ്റ്റിക്കൽ സൂമും 10x ഒപ്റ്റിക്കൽ സൂമും ഉണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെയും കോമ്പിനേഷൻ വഴി 100x സ്പേസ് സൂമും ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇവരുടെ AI ഇമേജ് പ്രോസസ്സിംഗ് എഞ്ചിനും ബെറ്റർ ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗ്രെയിൻസ് വളരെ കുറവായിരിക്കും നൈറ്റിലൊക്കെ ഫോട്ടോസ് എടുക്കുമ്പോഴും. അതേപോലെ തന്നെ ഹൈലൈറ്റ്സ്, ഇപ്പോൾ കുറേയധികം ബാക്കിൽ നിന്നൊക്കെ വളരെ ലൈറ്റ് വരുവാണെങ്കിൽ അതിൻ്റെ ഹൈലൈറ്റ്സും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ടും പറ്റും എന്നാണ് പറയുന്നത്. ഇനി വീഡിയോസിൻ്റെ കാര്യത്തിൽ നൈറ്റ് ടൈമിൽ നമുക്ക് വളരെ നല്ല വീഡിയോസ് എടുക്കാൻ പറ്റും, സ്റ്റേബിൾ ആയിട്ടുള്ള വീഡിയോസ് എടുക്കാൻ പറ്റും. കാരണം 2.4 മൈക്രോമീറ്ററിൻ്റെ ഒരു ലാർജ് സെൻസറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ സൂപ്പർ ക്ലിയർ കോട്ടിംഗ് ഉള്ള ലെൻസുമാണ് കൊടുത്തിരിക്കുന്നത്. സോ നൈറ്റിലൊക്കെ റിഫ്ലക്ഷൻസ് ഭയങ്കര കുറവായിരിക്കും. അതുപോലെ തന്നെ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ്റെ കൂടെ തന്നെ വീഡിയോ സ്റ്റെബിലൈസേഷനും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഇതിനെ അവർ VDIS അഥവാ വീഡിയോ ഡിജിറ്റൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ എന്നാണ് പറയുന്നത്. സോ ഇത് രണ്ടിൻ്റെയും ഒരു എഫക്റ്റ് വഴി നമുക്ക് 8K വീഡിയോസ് വരെയും സ്റ്റെബിലൈസേഷനിൽ നല്ല രീതിയിൽ ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ 4x വരെയും ഇവർ ഒരു വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് 4x വരെയും ഈ ഒരു ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ കാരണം നമ്മൾക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചരിഞ്ഞു പോയി കഴിഞ്ഞാൽ പോലും അത് തിരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ക്ലിയർ ആയിട്ടുള്ള വീഡിയോസ് ഈവൻ നൈറ്റ് ടൈമിലും എടുക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഇനി പ്രൊഫഷണലി സ്മാർട്ട് ഫോൺസിൽ ഫോട്ടോസും വീഡിയോസും എടുക്കുന്ന ആൾക്കാർക്ക് പ്രോ മോഡ് കൊണ്ടുവന്നിട്ടുണ്ട്. അതും എല്ലാ ലെൻസുകളിലും പ്രോ മോഡ് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ റോ ഫോട്ടോസ് എടുക്കാനായിട്ട് എക്സ്പേർട്ട് റോ എന്ന് പറഞ്ഞ പുതിയൊരു ക്യാമറ ആപ്ലിക്കേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് കുറേയധികം കൺട്രോൾസും കൂടെ ക്യാമറകളിൽ കിട്ടുന്നുണ്ട്. സോ ഈ ഫോൺ $1199 ലോഞ്ച് ചെയ്തത്. അതിനുശേഷം പിന്നീട് അവർ ടാബിലേക്കാണ് വന്നത്. സോ സാംസങ്ങിൻ്റെ പുതിയ ടാബ് സീരീസ് ആയിട്ടുള്ള S8 സീരീസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സോ മൊത്തം 3 ടാബാണ് S8 സീരീസ് വന്നിരിക്കുന്നത്. S8ഉം S8 പ്ലസും S8 അൾട്രയും. സോ ടാബിലും അൾട്രാ സീരീസ് വന്നിട്ടുണ്ട്. സോ ടാബ് S8 അൾട്രയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 14.6 ഇഞ്ചിൻ്റെ ആമോലെഡ് സ്ക്രീൻ, 120 ഹെർട്സിൻ്റെ ആ ഒരു ആമോലെഡ് സ്ക്രീൻ, ഭയങ്കര വലിയ സ്ക്രീനാണ് വരുന്നത്. അതുപോലെ തന്നെ ഈ സ്ക്രീനിൻ്റെ വേറെ പ്രത്യേകത എന്ന് വെച്ചാൽ 6.3 mm മാത്രമേ ബെസൽസ് ഉള്ളൂ. സോ വളരെ തിന്നായിട്ടുള്ള ബെസൽസ് ആണ് ഈ ഡിവൈസിൽ വരുന്നത്. ഇനി ഫ്രണ്ടിൽ വീഡിയോ കോൾസിനായിട്ട് ഡ്യുവൽ ക്യാമറാസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ ഓട്ടോ ഫ്രെയിമിംഗ്, അതായത് ഇപ്പോൾ 2-3 ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ആ ആൾക്കാരനുസരിച്ച് ഫ്രെയിം വലുതാവുകയും ചെറുതാവുകയും ചെയ്യുന്ന ഓട്ടോ ഫ്രെയിമിംഗ് ടെക്നോളജി ഉണ്ട്. പിന്നെ 3 മൈക്രോഫോൺ അറേസ് ആണ് വരുന്നത് ബെറ്ററായിട്ട് വീഡിയോ കോൾസ് അല്ലെങ്കിൽ കോൺഫറൻസ് ചെയ്യാനായിട്ട്. ഇനി ടാബിനകത്തും S Pen സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിലും 2.8 മില്ലിസെക്കൻഡ് ആ ഒരു ചെറിയ ഭയങ്കര ലോ ലേറ്റൻസി കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ആ ഒരു ഇവൻറ്റിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീൻ എന്ന് പറയുന്നത് ഈ ടാബിനകത്ത് എന്തോ ഒരു എഡിറ്റിങ്ങോ കളറിങ്ങോ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഫോണിൽ S22 അൾട്രയിൽ അവർ ഒരു കളർ പിക്കർ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു S Pen ഉപയോഗിച്ച് അതിൽ നിന്നും കളർ പിക്ക് ചെയ്തിട്ട് ഇവിടെ അടിക്കുന്നുണ്ട്. സോ ശരിക്കും ഒരു കളർ പാലറ്റിൽ ഇങ്ങനെ തോണ്ടിയിട്ട് പെയിൻ്റ് അടിക്കുന്ന പോലെ ഭയങ്കര നല്ല രസമായിരുന്നു കാണാനായിട്ട്. സോ ആ ഒരു ഫീച്ചറും ഉണ്ട്. പിന്നെ നമുക്ക് ഈ ടാബിനകത്ത് സുഖമായിട്ട് വീഡിയോസും എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റും. കാരണം ഇതിനകത്ത് വരുന്ന ചിപ്സെറ്റ് സ്നാപ്ഡ്രാഗൻ്റെ 8 Gen 1 ചിപ്സെറ്റാണ്. 16 GB റാമുമാണ് തരുന്നത്. പിന്നെ 1 TB വരെ നിങ്ങൾക്ക് XD കാർഡ് ഉപയോഗിച്ച് എക്സ്പാൻഡ് ചെയ്യാനായിട്ടും പറ്റും മെമ്മറി. ഇനി ഇതിൻ്റെ കൂടെ നമുക്കൊരു കീബോർഡ് കേസ് വരുന്നുണ്ട്. കീബോർഡ് കേസ് അറ്റാച്ച് ചെയ്യുവാണെങ്കിൽ ഡെക്സ് മോഡിലേക്ക് പോയി, അതായത് ശരിക്കും ഒരു ലാപ്ടോപ്പ് ഉപയോഗിക്കുന്ന ഒരു ഫീൽ കിട്ടും. അതേപോലെ വിൻഡോസ് കമ്പ്യൂട്ടറുകളുടെ കൂടെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ സെക്കൻഡറി മോണിറ്ററായിട്ട് നമുക്ക് ഈ ഒരു ടാബ് S8 സീരീസ് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. സോ ടോട്ടലി വളരെ നല്ലൊരു
നല്ലൊരു ഇന്നോവേറ്റീവ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഭയങ്കര പ്രൊഡക്ടിവിറ്റി ടൂളായിട്ട് തന്നെയാണ് എനിക്ക് ടാബ് S8 സീരീസ് തോന്നിയത്. സോ ഇതിൻ്റെ പ്രൈസിംഗ് എന്ന് പറയുന്നത് S8 $699 വരുന്നത്, S8 പ്ലസ് ഏകദേശം $899, അതേപോലെ S8 അൾട്ര ടാബ് വരുന്നത് ഏകദേശം $1199 അതിനുശേഷം അവർ കുറേ ഗാലക്സി വാച്ച് 4 വന്നിരിക്കുന്ന അപ്ഡേറ്റ്സിനെ കുറിച്ച് പറഞ്ഞു. വാച്ച് ഫേസുകൾ മാറ്റാൻ പറ്റും, പിന്നെ ഗൂഗിൾ അസിസ്റ്റൻറ്റ് വരാനായിട്ട് പോകുന്നുണ്ട്, അതേപോലെ കുറേ ആപ്ലിക്കേഷൻസ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഫോണിലുള്ള ആപ്ലിക്കേഷൻസ് ഓട്ടോമാറ്റിക്കലി വാച്ചിൽ ഇൻസ്റ്റാൾ ആവും. പിന്നെ നമ്മൾ റണ്ണിങ് മോഡിലൊക്കെ ആണെങ്കിൽ, ഈ ഒരു സൈക്ലിംഗ് മോഡൊക്കെ ആണെങ്കിൽ ഫോണിനകത്ത് നമുക്ക് ഡാഷ്ബോർഡായിട്ട് വാച്ചിലെ ഡേറ്റ കാണിക്കും. അങ്ങനെ വാച്ചിലുള്ള കുറേയധികം അപ്ഡേറ്റ് ഇമ്പ്രൂവ്മെൻറ്റ്സിനെ കുറിച്ചും അവർ സംസാരിച്ചു. അതിനുശേഷം സാംസങ്ങിൻ്റെ ഏറ്റവും പുതിയ സാംസങ് വാളറ്റ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനെ കുറിച്ച് അവർ പറഞ്ഞായിരുന്നു. വാളറ്റിൽ നമുക്ക് ID കാർഡ്സ്, നമ്മുടെ നോർമൽ ക്രെഡിറ്റ് കാർഡ്സ് എല്ലാം തന്നെ സേവ് ചെയ്ത് വയ്ക്കാൻ പറ്റും. പക്ഷേ ഇതിനകത്ത് നിങ്ങൾക്ക് ക്രിപ്റ്റോയും ആക്സസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് എന്നാണ് പറയുന്നത്. സോ വളരെ ഇന്നോവേറ്റീവായിട്ട് ഈവൻ ക്രിപ്റ്റോ ട്രാൻസാക്ഷൻസ് വരെയും നമുക്ക് ഈ ഒരു വാളറ്റിൽ സൂക്ഷിക്കാനായിട്ട് പറ്റും എന്നും പറയപ്പെട്ടു. പിന്നീട് അതിനുശേഷം അവർ സെക്യൂരിറ്റിനെ കുറിച്ച് സംസാരിക്കേണ്ടായി. നോക്സിൽ വന്ന പുതിയ ഇമ്പ്രൂവ്മെൻറ്റ്സ്, One UI 4, അതേപോലെ വെബ്സൈറ്റിലൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ ആൻറ്റി ട്രാക്കിംഗ്, അതുപോലെ ഓരോ ആപ്ലിക്കേഷൻസ് നമുക്ക് സീംലെസ് ആയിട്ട് എന്തൊക്കെ ആപ്ലിക്കേഷൻസിന് എന്തൊക്കെ പെർമിഷൻസ് കൊടുക്കണമെന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഏത് ആപ്ലിക്കേഷനാണ് മൈക്ക് യൂസ് ചെയ്യുന്നത്, അതേപോലെ സ്പീക്കർ ക്യാമറ യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പുതിയ One UI 4 അപ്ഡേറ്റിൽ കാണിക്കുന്ന അതിനെക്കുറിച്ചൊക്കെ ഒന്ന് വിശദമായിട്ട് പറയുന്നുണ്ടായി. എന്നാൽ എന്നെ ഏറ്റവും ഞെട്ടിച്ച കാര്യം എന്ന് പറയുന്നത് അപ്ഡേറ്റ്സിൻ്റെ കാര്യം പറയുമ്പോഴാണ്. അതായത് ഈ ഡിവൈസുകൾക്ക് ഏകദേശം 4 വർഷത്തെ പ്രോമിസ്ഡ് അപ്ഡേറ്റ്സ് ആണ് അവർ പറയുന്നത്. കാരണം ഇവർ ഡിവൈസുകൾ ഇങ്ങനെ പെട്ടെന്ന് മാറ്റുന്നതിന് വരും, അതായത് കുറച്ചുകൂടെ സസ്റ്റൈനബിൾ ആക്കാൻ വേണ്ടി കുറേ മൂവ്സ് എടുത്തായിരുന്നു. ആ ഒരു മൂവ്സിൽ ഒരെണ്ണമാണ് ഈ ഒരു സ്മാർട്ട് ഫോൺസിന് 4 ഇയേഴ്സിന് അപ്ഡേറ്റ്സ് കൊടുക്കുക എന്നുള്ളത്. പിന്നീട് അവർ പറഞ്ഞ ഈ ഒരു S22 സീരീസിൽ ഉപയോഗിച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം, പ്ലാസ്റ്റിക് എല്ലാം ഈ ഒരു ഓഷൻ്റെ ഉള്ളിലുള്ള പ്ലാസ്റ്റിക് വലകൾ എടുത്തിട്ട് അത് റീസൈക്കിൾ ചെയ്തിട്ട് അതിൽ നിന്ന് ഉണ്ടാക്കിയിരിക്കുന്ന സാധനങ്ങളാണ് എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഇത് വരുന്ന പാക്കേജിങ്ങും ടോട്ടലി റീസൈക്കിൾഡ് ആയിട്ടുള്ള പേപ്പറിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സോ ഇതായിരുന്നു സാംസങ്ങിൻ്റെ അൺപാക്ഡ് 2022. സോ ഇവൻറ്റ് ഫുള്ള് കണ്ടില്ല, ഇവൻറ്റ് ഫുള്ള് മിസ് ചെയ്തവർക്ക് ഡെഫിനറ്റ്ലി ഈ വീഡിയോ ഒരു ഹൈലൈറ്റ് വീഡിയോ ആയിട്ടിരിക്കും. എല്ലാവർക്കും കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കൊടുക്കാനും, ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും, തൊട്ട് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാനും മറക്കണ്ട. നമ്മൾക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.